എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നേറ്റീവ് അഡ്വർടൈസിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ, ഒരു ആർട്ടിക്കൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ചില അഡ്വർടൈസ്മെന്റ്സ് ആഡ് പോലെ തോന്നാതെ നോർമൽ കണ്ടന്റ് പോലെ തോന്നാറുണ്ടോ? അതിനെയാണ് നേറ്റീവ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നേറ്റീവ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അഡ്വർടൈസിങ് ടെക്നീക്കാണ്. ഇത് വെബ്സൈറ്റ്, ന്യൂസ് പേപ്പർ, ബ്ലോഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ സ്റ്റൈലും ഫോർമാറ്റും ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് ഇത് നോർമൽ കണ്ടന്റിന്റെ ഒരു ഭാഗം പോലെ തോന്നാറുണ്ട്. ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ്സിൽ ബാനർ ആഡ്സ് അല്ലെങ്കിൽ പോപ്പപ്പ് ആഡ്സ് നമ്മൾ കാണുമ്പോൾ പല പ്രാവശ്യം സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നേറ്റീവ് അഡ്വർടൈസിങ് ഓഡിയൻസിനെ ഫോഴ്സ് ചെയ്യുന്നില്ല. അത് യൂസ്ഫുൾ കണ്ടന്റിന്റെ രൂപത്തിൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഓഡിയൻസ് അത് കൂടുതൽ ഇൻട്രസ്റ്റോടെ കാണുന്നു. ഉദാഹരണത്തിന്, ഒരു ട്രാവൽ വെബ്സൈറ്റിൽ ടോപ്പ് 10 പ്ലേസസ് ടു വിസിറ്റ് ഇൻ കേരള എന്ന ആർട്ടിക്കൽ ഉണ്ടെന്ന് കരുതുക. അതിലൊരു ഹോട്ടൽ അല്ലെങ്കിൽ ട്രാവൽ കമ്പനി നാച്ചുറലായി റെക്കമെൻഡ് ചെയ്യുന്നു. അത് സ്പോൺസർ ചെയ്ത കണ്ടന്റ് ആണെങ്കിൽ അത് നേറ്റീവ് അഡ്വർടൈസിംഗ് ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ അതാണ് സോഷ്യൽ മീഡിയ. ഒരു ഇൻഫ്ലുവൻസർ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. വീഡിയോ നോർമൽ റിവ്യൂ പോലെ തോന്നുന്നു, പക്ഷെ അത് പെയ്ഡ് കൊളാബറേഷൻ ആണെങ്കിൽ അതും നേറ്റീവ് അഡ്വർടൈസിംഗിന്റെ പാർട്ടാണ്. അതുകൊണ്ട് ഇപ്പോ ഹാഷ്ടാഗ് ആഡ് അല്ലെങ്കിൽ ഹാഷ്ടാഗ് സ്പോൺസർഡ് എന്ന് മെൻഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേറ്റീവ് അഡ്വർടൈസ്മെന്റിൽ അഡ്വാൻറ്റേജസും ഉണ്ട് അതിന്റെ. അതൊക്കെ നോക്കിയാൽ, ഫസ്റ്റ്, ഓഡിയൻസ് എക്സ്പീരിയൻസ് ബെറ്റർ ആവും. ഇത് ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ്, എൻഗേജ്മെന്റ് കൂടുതൽ ലഭിക്കും, കാരണം കണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. തേർഡ്, ബ്രാൻഡ് ട്രസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു, എസ്പെഷ്യലി കണ്ടന്റ് ഹോണസ്റ്റും ഇൻഫോർമേറ്റീവും ആണെങ്കിൽ. പക്ഷേ ഇതിന് ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സ്പോൺസർഡ് കണ്ടന്റ് എന്ന് ക്ലിയർ ആയി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രാൻഡ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യണം. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നേറ്റീവ് അഡ്വർടൈസിംഗ് വളരെ പോപ്പുലർ ആയി മാറിയിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ന്യൂസ്, വെബ്സൈറ്റ്സ്, ബ്ലോഗ്സ് എന്നിവയിൽ ഇത് വളരെ കോമൺ ആണ്. നല്ല ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ ബ്രാൻഡ് പ്രൊമോഷനും ഓഡിയോ ട്രസ്റ്റും ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഫൈനലി, സിമ്പിളായി പറഞ്ഞാൽ നേറ്റീവ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റിനെ നോർമൽ കണ്ടന്റിന്റെ സ്റ്റൈലിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇത് ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വാല്യുബിൾ ഇൻഫോർമേഷൻ കൊടുക്കുകയും ബ്രാൻഡിനെ എഫക്റ്റീവായി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ട്രാൻസ്പെറൻസിയും ഹോണസ്റ്റിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നേറ്റീവ് അഡ്വർടൈസിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.